നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ഉപഭോക്തൃ സംരക്ഷണ ദിനമാണ്. നമ്മൾ എല്ലാവരും ഓരോ ഉപഭോക്താക്കളാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുന്നതിനെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കേണ്ട സംരക്ഷണങ്ങളെക്കുറിച്ചുമൊക്കെ ജനങ്ങളെ ആഗോളതലത്തിൽ അവബോധം നടത്തുന്നതിനാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ഇന്നേ ദിനം ആചരിക്കുന്നത്. അതെ, ഉപഭോക്താവ് അതിഥിയാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ആദ്യമായി ഇത്തരത്തിൽ ഒരു ദിനം കൊണ്ടുവന്നത് ജോൺ എഫ് കെനഡി, അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഒരു കാര്യം, ഒരു സാധനം വാങ്ങിച്ചിട്ട് അതിന് പകരമായി ഒരു സേവനമോ അല്ലെങ്കിൽ തത്തുല്യമായ ഒരു സാധനമോ നമ്മൾ പൈസ നൽകി വാങ്ങിച്ചാൽ അത്തരത്തിലുള്ളൊരു ആളുടെ റൈറ്റ്സ് എന്നും സംരക്ഷിക്കപ്പെടണം എന്നുള്ളത്. പലപ്പോഴും ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ളത് തന്നെയാണോ അവർക്ക് കിട്ടുന്നത്? പലപ്പോഴും ഈ പരസ്യവാചകങ്ങളാൽ അവരുടെ ആവശ്യങ്ങൾ അവർ ശരിക്കും മാറ്റുകയാണോ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ തുടങ്ങി ഒരു ബസ്സിന് ഒരു ടിക്കറ്റ് കൊടുത്ത് ഒരു സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്തേക്ക് വരെ ഇറങ്ങാനായിട്ട് ഒരു ടിക്കറ്റ് കൊടുത്ത് അത്തരത്തിലൊരു സേവനം എടുക്കുന്ന എന്താണ് ആ സേവനത്തിന് ഹോസ്പിറ്റാലിറ്റി എടുക്കുന്ന ഒരാൾക്ക് ഹോസ്പിറ്റാലിറ്റി പോലും ഒരു സർവീസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് കിട്ടുന്ന ഒരാൾക്കും അദ്ദേഹത്തിന്റെ റൈറ്റ്സ്, ഉപഭോക്തൃ അവകാശം എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശത്തിന് തുല്യമായാണ് നമ്മുടെ സമൂഹവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റവും എല്ലാം പ്രവർത്തിക്കുന്നത്. അനു പറഞ്ഞതുപോലെ 1962 ജോൺ എഫ് കെനഡിയാണ് ആദ്യമായി ഇത്തരം ഒരു ആശയം US കോൺഗ്രസിലേക്ക് മുന്നോട്ട് വെച്ചത്. പിന്നീട് 1983 മുതൽ ഇങ്ങനെ ഇന്നേ ദിവസം മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുകയാണ്. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ, അതായത് നമ്മളൊരു ബോട്ടിൽ വാട്ടർ വാങ്ങിക്കുന്നു, അതിനകത്ത് നൽകിയിരിക്കുന്ന MRPയേക്കാൾ കൂടുതൽ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപഭോക്താവ് എന്ന നിലയിൽ ഉപഭോക്തൃ സംരക്ഷണ കോടതിയിൽ പരാതി നൽകാവുന്നതാണ്. ഇത്തരത്തിൽ ഏത് കാര്യത്തിലും പൈസയ്ക്ക് തുടങ്ങി അതിന്റെ മൂല്യം ആ ഒരു ബോട്ടിൽ വാട്ടർ എന്തെങ്കിലും ഒരു രീതിയിൽ ബോട്ടിൽ ഡാമേജ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ സ്വാദിന് വ്യത്യാസമുണ്ടെങ്കിൽ എല്ലാം നാം എന്ന ഉപഭോക്താവ് ശരിക്കും അതിൽ നമുക്ക് നമ്മുടെ ഡിസ്കൺസേർട്ട്മെന്റ്, അതായത് നമ്മുടെ അതൃപ്തി നമുക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ഇത്തരത്തിൽ എപ്പോഴും ഒരു ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം. നമുക്ക് കിട്ടുന്ന സേവനങ്ങൾക്ക് നമ്മൾ മിണ്ടാതെ റെസ്പോണ്ട് ചെയ്താൽ അതിനനുസരിച്ചാണ് ബാക്കിയുള്ള ഒരു വലിയ ജനതയ്ക്ക് അത് വലിയൊരു ഇതാകുന്നത്. അതെ, ഏതായാലും അപ്പോൾ കസ്റ്റമർ ഇസ് ദ കിങ് എന്നുള്ള സന്ദേശം അല്ലെങ്കിൽ ആ ഒരു മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. നമസ്കാരം, എല്ലാവർക്കും ടുഡേ ടേസ്റ്റിൻ്റെ ഇന്നത്തെ പുതിയ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ടുള്ളത് നുസ്രത്ത് ഷിഹാബാണ്. നമസ്കാരം. നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണെന്നാണ് ഇത്ത പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞോളൂ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബദാമി ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കറിയാണ്. അത് കുറച്ചൊരു ഹെവി ആയിട്ടുള്ളൊരു കറിയാണ്. ഒരു പാർട്ടിക്ക് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. നമ്മൾ ബദാമി യൂസ് ചെയ്തിട്ടാണ് അതുണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ചിക്കന് ഞാനൊരു 1/2 കിലോ വരെ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല പൊടി, പിന്നെ കാഷ്യൂം, കസ്കസും വൈറ്റ് കസ്കസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ബദാമും പിന്നെ നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ബദാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ എത്ര ആൾക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്? ഇതിപ്പോൾ ഏകദേശം ഒരു 5 to 6 മെമ്പേഴ്സിനുള്ളതാണ് ഞാനിപ്പം യൂസ് ചെയ്തിട്ടുള്ളത്. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല അല്ലേ? ടീസ്പൂണ്. ഓക്കെ. പിന്നെ സോൾട്ട് ആവശ്യത്തിന്, ചിക്കനിലേക്ക് വേണ്ട സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. കൈക്കണക്ക് എല്ലാവരും ഓരോരോ ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള സോൾട്ട് എടുക്കുക. ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഗ്രേവിയിലേക്ക് നമ്മൾ വീണ്ടും സോൾട്ട് ഇടുന്നതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റ് പെപ്പർ പൗഡറാണ്. അത് ഓപ്ഷണലാണ്. ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് എടുക്കാം, വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് എടുക്കാം. അതെന്താ രുചി വ്യത്യാസം അങ്ങനെ?
അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂണോളം ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. 2 ടീസ്പൂൺ ചില്ലി പൗഡർ. പിന്നെ കാശ്മീരി ചില്ലിയാണോ? അല്ലല്ല, നോർമൽ ചില്ലി പൗഡറാണ്. പിന്നെ 1 ടീസ്പൂണ് ടേമറിക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗരം മസാല പൊടി, ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് പിന്നെ കുരുമുളക് എല്ലാം ഹോളായിട്ടുള്ള ഗരം മസാല എടുത്തിട്ട്, പിന്നെ കുരുമുളക്, പട്ട, ഗ്രാമ്പു, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, ഏലക്ക, പിന്നെ ബേ ലീഫ്, ഇത്രയും എടുത്തിട്ട് നന്നായി വറുത്തിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണ്. അതൊരു 1/2 ടേബിൾ സ്പൂണോളം എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം ചിക്കനിലോട്ട്. ഇതിപ്പോൾ മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര മിനിറ്റ് അങ്ങനെ വെക്കണം? ഇത് നമ്മൾ ഒരു 10 മിനിറ്റ്സ് അങ്ങനെ വെച്ചാൽ മതി. നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. വേറെ നമ്മൾ ഗ്രേവിയിലോട്ടേക്ക് നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല, പൗഡേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്? ഇല്ലില്ല, ഇത് നമ്മൾ ഗ്രേവിയിലേക്ക് ഇത് ഇട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 10 to 15 മിനിറ്റ്സോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എടുത്തു വെച്ച സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഗീ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഗീ യൂസ് ചെയ്യുന്നത്. ഗീ ആണ് ഇതിന് ഏറ്റവും സൂട്ട് ആവുന്നത്. ഗീ അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗീ ആണ്. ഒരു 2 ടീസ്പൂണോളം ഗീ നമ്മളിതിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ പാൻ ചൂടാവാൻ വേണ്ടി വെച്ചു. അതിന് ശേഷം 2 ടീസ്പൂൺ ഗീ ആണ് ഇട്ടത്, എണ്ണയല്ല. ഇനി നമ്മളിതിലേക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ് സവാള. 2 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 വലിയ സവാളയാണ് ഇടാൻ പോകുന്നത്. ഇതിലേക്ക് ചൂടായ പാനിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നോർമലി നമ്മൾ ആ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റേണ്ടി വരും. ഒന്ന് സവാള ഒന്ന് സോഫ്റ്റ് ചെയ്യുന്ന വരെ വഴറ്റിയെടുക്കാം. ശരിക്കും സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമ്മൾ ഉപ്പിടാറില്ലേ? ഉപ്പിടും. ഓക്കെ, ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം അത് കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്കത് ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറും. പണ്ട് മുതലേ വീട്ടിൽ കുക്ക് ചെയ്യായിരുന്നോ? ചെറുതിലെ കുക്ക്. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ? അത് നെറ്റിലൊക്കെ ഉണ്ടാക്കും. പിന്നെ പുഡിങ്, അങ്ങനത്തെ പുഡിങ് കൂടുതൽ ഉണ്ടാക്കും. പിന്നെ കറി ഐറ്റംസ് ഉണ്ടാക്കും. പിന്നെ റൈസിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കും. ഇതിപ്പോൾ നമുക്ക് ഏതിൻ്റെയൊക്കെ കൂടെ? ഇത് കൂടുതലും റൊട്ടീസ്, ബ്രെഡ് അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ റൈസിൻ്റെ ഒന്നിച്ച് അത്ര സൂട്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒരു സ്ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പാകമായപ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ വെച്ചു, അത് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഒരു 2 ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് വെള്ളം കൂടി ഓക്കെ, ഒന്ന് വെന്ത് കിട്ടേണ്ടി വരും അല്ലേ? ഓക്കെ, ആ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ചിക്കൻ ഒന്ന് സ്ലൈറ്റ്ലി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
സവോളയും നന്നായി മിക്സ് ചെയ്യണം. അത് ആ ചേരുവകളൊക്കെ ആ ചിക്കൻ പീസസിലോട്ട് ഇറങ്ങി ചെല്ലുന്ന വിധം അത്ര നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇത് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ. ഇത് ലോ ടു ഹൈ ഫ്ലെയിമിൽ വേവിക്കാൻ ചെയ്യുന്നത്. ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞെങ്കിൽ പിന്നെ ലോ ആക്കി കൊടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ്സോളം വേവിക്കുക, നന്നായി വേവിക്കുക. ഓക്കെ. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് വെച്ചു. ആ ചിക്കൻ പീസസൊക്കെ അതിൻ്റെ ചേരുവകളൊക്കെ കൂട്ടി നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചു. അത് എന്നിട്ട് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണുള്ളത്. ആ ഹൈ ഫ്ലെയിമിലാണുള്ളത്. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ്സ് അങ്ങനെ വെച്ചതിന് ശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഒന്നും കൂടി നല്ലോണം അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിലേക്ക് ബദാമും, ഞാനൊരു 20 ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ, ഒരു 4 കാഷ്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 2 ടീസ്പൂണ് വൈറ്റ് കസ്കസ്, വൈറ്റ് എടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് ബദാം, വൈറ്റ് കസ്കസ്, കാഷ്യൂ പേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉപ്പ് അങ്ങനെ ആ മിക്സ്ചറിൻ്റെ ആ പേസ്റ്റിൻ്റെ കൂടെ അങ്ങനെ ഉപ്പൊന്നും ഇല്ല. അത് പ്ലെയിനായിട്ട് വീട്ടിൽ നിന്ന് കാഷ്യൂ ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക. ഒരു 5-10 മിനിറ്റ് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക. അതേപോലെ തന്നെ ബദാമും തൊലി കളഞ്ഞെടുക്കുക. ഒന്നെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തൊലി കളയുക, അതല്ലെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ തൊലി പെട്ടെന്ന് വരും. കസ്കസ് നമ്മൾ സാധാരണ കറിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണോ? കസ്കസ് സാധാരണ ഇതുപോലുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള കറികളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കറി ഇപ്പോൾ ഒരു യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറി. ഇനി ഇതിലേക്ക് ഈ സമയത്ത് നമ്മൾ ഒരു 2-3 ടീസ്പൂണ് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക. ഇതും ഓപ്ഷണലാണ്. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ശരിക്കും നമ്മൾ എന്തിനാണ് ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നത്? ഫ്രഷ് ക്രീം ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഗ്രേവി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ്റെ കറി ഒന്ന് നല്ല തിളച്ച് വരുമ്പോൾ ഒരു 3 ടീസ്പൂൺ ഫ്രഷ് ക്രീം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പിടുന്നുണ്ട്. അതേപോലെ ഗ്രേവിയിലേക്കും നമ്മൾ ഉപ്പിടണം. അപ്പോൾ ശ്രദ്ധിച്ച് ഉപ്പിടാം. ഓക്കെ. നമ്മൾ നേരത്തെ സവോള വഴറ്റുമ്പോഴും കുറച്ച് ഉപ്പിടുന്നുണ്ട്. നമ്മൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കിത് ഒരു സെർവിങ് ഡിഷിലോട്ടേക്ക് മാറ്റാം. ഫ്രഷ് ക്രീമിൻ്റെ ഒക്കെ ഒരു കളർ അല്ലേ, ഒരു യെല്ലോ കളറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല, കോമ്പിനേഷൻ അല്ല. ചോറിൻ്റെ കൂടെ അത്ര നല്ല കോമ്പിനേഷൻ അല്ല. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഗാർണിഷ് ചെയ്തിരിക്കുന്നത് ബദാം വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. ഓക്കെ. വേറെ എന്തൊക്കെയാണ്? മല്ലിയില അതൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ. മല്ലിയിലൊന്നും അവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ചൂടേറുന്ന ബദാമി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും നമുക്ക് ദോശയുടെ കൂടെ ആയാലും ഇഡ്ഡലിയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും റൊട്ടിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല മണം വരുന്നുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പം ഞാൻ കഴിക്കാൻ പോവാണ്.
എനിക്ക് ചപ്പാത്തിയുടെ കൂടെയാണ് കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ബദാമിൻ്റെ ഒക്കെ ടേസ്റ്റാണ് കുറച്ചും കൂടി അല്ലേ? ബദാം കുറച്ചുകൂടി കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ടേസ്റ്റാണ് കൂടുതൽ കിട്ടുന്നത്. ശരിക്കും നമ്മൾ കഴിക്കുന്ന ഒരു ചിക്കൻ കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ്. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. അപ്പം ഞാൻ ഏതായാലും ട്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നിങ്ങളും ട്രൈ ചെയ്യണം ഇത്തയുടെ ഈ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കിടുക്കൻ ചിക്കൻ കറി. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം.